ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 23 24 വാക്യങ്ങൾ. യോഹന്നാൻ 7-ന്റെ 23, 24. മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നു എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടാരപ്പെരുന്നാളിൽ യേശു തമ്പുരാൻ തനിക്ക് യോജിച്ച സമയത്ത് ചെന്ന് അതിൽ പങ്കെടുക്കുകയും ദേവാലയത്തിൽ പ്രബോധനം ആരംഭിക്കുകയും ചെയ്തു. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ആളുകളിൽ ഒരുപാട് ആശ്ചര്യമൊക്കെ ഉളവാക്കി. യേശു ഒരു റബിയുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരുടെയും കീഴിൽ വേദശാസ്ത്ര അഭ്യാസനം നടത്തിയിരുന്നില്ല എന്നതുകൊണ്ടാണ് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടത്. അപ്പോൾ അസാധാരണമായ തരത്തിലുള്ള വേദശാസ്ത്ര ഉൾക്കാഴ്ചകളാണ് യേശു പങ്കുവച്ചത്. തൻ്റെ പ്രഭാഷണത്തിൽ നിതാന്തമായ ചില സത്യങ്ങൾ യേശു അവരെ ഓർമ്മിപ്പിച്ചു. യോഹന്നാൻ 7-ന്റെ 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു സാരാംശമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലൊന്ന്, തൻ്റെ പിതാവിനോടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു കണക്ടിവിറ്റിയാണ് തൻ്റെ അറിവിൻ്റെ സുപ്രധാനമായ ഘടകമെന്ന് യേശു പറഞ്ഞു. തന്നെ ഭൂമിയിലേക്ക് അയച്ച പിതാവാണ് തൻ്റെ അറിവിൻ്റെ പ്രഭവസ്ഥാനം. അതുകൊണ്ട് പിതാവിനോടുള്ള താതാത്മ്യപ്പെടലാണ് പിതാവിനെ അറിയുന്നതിനുള്ള കാരണം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ മാത്രമേ യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സാധുത തിരിച്ചറിയുകയുള്ളൂ. തന്നെ പോലെ തന്നെ അവരും പിതാവിനോട് ചേർന്നിരിക്കുന്നു. പിതാവിൻ്റെ ഹിതത്തോട് അനുസരണം കാണിക്കുന്നതിലൂടെയാണ് ദൈവിക പരിജ്ഞാനം വർദ്ധിതമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നത്. രണ്ടാമത്, ലൗകിക ജ്ഞാനം സ്വയത്തെ പ്രീണിപ്പിക്കുന്നതിനുള്ള മുഖാന്തരം മാത്രമാണ്. അതായത് ലോകപ്രകാരം അറിവുള്ളവർ തങ്ങളുടെ അറിവുകളെ വിളമ്പുന്നത് ലോകത്തിൻ്റെ അംഗീകാരം തങ്ങൾക്ക് നേടിയെടുക്കാനാണ്. എന്നാൽ യേശു താൻ പിതാവിൽ വസിക്കുന്നതിനാലാണ് സ്വർഗീയ ജ്ഞാനത്തിൻ്റെ ഉറവാകുന്നതും ജ്ഞാനം പ്രസ്താവിക്കുന്നതും. യേശുവിന് സ്വയം മഹത്വപ്പെടാനല്ല, പിതാവിനെ മഹത്വപ്പെടുത്താനാണ് താല്പര്യം. യേശു എല്ലായ്പ്പോഴും പിതാവിൽ വസിക്കുന്നതിനാൽ താൻ സത്യത്തിൻ്റെ ആൾരൂപമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ ധാർമ്മിക ജീവിതത്തിൻ്റെ അടിത്തറയും താൻ പിതാവിൽ വസിക്കുന്നത് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും നന്മയുടെയും ധാർമ്മികതയുടെയും ഉരകല്ലും മാനദണ്ഡവും യേശു ക്രിസ്തുവാണ്. യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തേണ്ടതും സത്യസന്ധമായി കുറവുകളെ കണ്ടെത്തേണ്ടതും. മൂന്നാമത്, യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് ന്യായപ്രമാണ ലംഘി എന്ന് ചിലരെ ചിത്രീകരിച്ചു. നിയമത്തെയും നിയമ ആചരണത്തെയും ആയുധമാക്കി യേശു തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. ന്യായപ്രമാണ സംരക്ഷകർ എന്ന് അവകാശപ്പെട്ടവർ യേശുവിനെ കൊന്നുകളയാൻ ആഗ്രഹിച്ചപ്പോൾ അവർ കൊല ചെയ്യരുത് എന്ന കൽപ്പനയെ ലംഘിക്കുകയായിരുന്നുവെന്ന് യേശു ഓർമ്മിപ്പിച്ചു. ശബത്ത് ദിവസത്തിൽ ബാലന്മാരെ പരിച്ഛേദന കഴിച്ചവർ സ്ഥിരമായി കൽപ്പന ലംഘിക്കുകയാണ് ചെയ്തത്. കാരണം അതും ഒരു പ്രവൃത്തിയായിരുന്നു. ശരീരത്തിൻ്റെ ഒരു ചെറിയ അവയവം മുറിക്കുന്നത് ന്യായപ്രമാണ പാലനത്തിൻ്റെ പേരിൽ അവർ ശരിയെന്ന് കണ്ടുവെങ്കിൽ ഒരു വ്യക്തിയെ മുഴുവനുമായി സൗഖ്യമാക്കുന്നത് എത്ര വലിയ ന്യായപ്രമാണ അനുസരണമായി തീരും. യേശു പറഞ്ഞു, താൻ ന്യായപ്രമാണം നീക്കാനല്ല, നിവർത്തിപ്പാനാണ് വന്നത്. ന്യായപ്രമാണ സംരക്ഷകർ എന്ന് അവകാശപ്പെട്ടവർ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വളരെ അകലം പാലിച്ചിരുന്നത് കൊണ്ട് അവർക്ക് യേശുവിലുള്ള ന്യായപ്രമാണ നിവൃത്തി മനസ്സിലായില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെയൊക്കെയും ആധ്യാത്മിക ജീവിതത്തിൽ
ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത് എങ്കിലും പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന, ക്രിസ്തുവിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന തീരുമാനങ്ങളും ഇച്ഛാശക്തികളും ഒക്കെ ആയിരിക്കാം നമ്മെ ഭരിക്കുന്നത്. അത് നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ക്രിസ്തുവിൻ്റെ വിരലായി അതിനെ നമ്മൾ കാണുകയും സ്വയം തിരുത്താൻ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ നാം നമ്മെയും ലോകത്തെയും കാണാനും ശ്രമിക്കണം. ചീർപ്പിക്കുകയും അഹങ്കരിപ്പിക്കുകയും ചെയ്യുന്ന ഭൗതിക അറിവുകൾക്ക് പകരം സൗമ്യ ജ്ഞാനത്തിൻ്റെ ദൈവിക ഉറവിടം നമുക്ക് അനുഭവവേദ്യമാകണം. നമ്മുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ യേശു കർത്താവിലുള്ള ധാർമ്മിക വിശുദ്ധിയുടെ നിറവായിരിക്കണം. മറ്റുള്ള അളവുകോലുകൾ ഉപയോഗിച്ച് സ്വയം അളക്കുന്നതിനാൽ സ്വയനീതീകരണത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ തടവറയിലായി പോകും. ക്രിസ്തു എന്ന തലയോളം ഉള്ള വളർച്ചയ്ക്ക് പകരം മുരടിച്ച ജീവിതാവസ്ഥകൾ നമ്മിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു. കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്ന അഗണ്യത നമ്മിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. വചനത്തിൻ്റെയും വേദപ്രമാണങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള സാധൂകരണം നമ്മിൽ ഇല്ലാതായി യഹൂദ പ്രമാണിമാരെ പോലെ നാം ദൈവനാമ അപകീർത്തി വരുത്തുന്നവരായി തീരരുത് എന്ന പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ നിലപാടുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായി സത്യത്തിൻ്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. അത് പ്രാപിച്ച് പ്രകാശമുള്ളവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വചനത്തിൻ്റെ അനുസരണത്തിൻ്റെ പേരിൽ ആഴത്തിലുള്ളതും അടിസ്ഥാനപരവുമായ സത്യങ്ങളെ നിഷേധിക്കാൻ ഒരിക്കലും ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൻ്റെ നന്മ നൽകണമേ. നല്ലത് ചെയ്യാനും ചിന്തിപ്പാനും പഠിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് പാലിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും അറിവും നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.